പ്രശസ്ത കവയിത്രി ഋതുമേഘങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉണ്ട്, മറവിയുണ്ടല്ലേ? ഓക്കെ, ആ പാഠഭാഗം നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിൽ ഡോക്ടർ വിജയരാജ മല്ലിക അവരുടേതാണ്. അതുപോലെ ധാരാളം പുസ്തകങ്ങൾ രചിക്കുകയും നമുക്ക് വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ ബഹുമാനിയായ കവയിത്രി ഡോക്ടർ വിജയരാജ മല്ലിക, ഏറെ പ്രിയങ്കരിയായ നമ്മുടെ ഈ ധന്യമുഹൂർത്തത്തിന്റെ അധ്യക്ഷ, നമ്മളുടെ ഏവരുടെയും പ്രിയപ്പെട്ട എച്ച്.എം. ഫൗസിയ ടീച്ചർ, പ്രിയങ്കരിയായ കേരളത്തിനകത്തും പുറത്തും പ്രശസ്തയായ കവയിത്രി, വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടി വിവിധ പുരസ്കാരങ്ങൾ, വയലാർ പുരസ്കാരമടക്കം വിവിധ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടർ വിജയരാജ മല്ലിക ടീച്ചർ അവർ, പ്രിയങ്കരനായ എൻ്റെ സഹപ്രവർത്തകൻ, മാനേജിംഗ് കമ്മിറ്റിയുടെ സെക്രട്ടറി മിഥിലാജ് മുഹമ്മദ്, പ്രിയപ്പെട്ട സ്വാഗത പ്രാസംഗികൻ, നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട അധ്യാപകൻ ഷബീർ ഖാൻ സാറ്, സ്റ്റാഫ് സെക്രട്ടറി ജാസ്മി ടീച്ചർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, സുദീർഘമായി ഒരു വാക്കുകളിലേക്കും കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ നിന്ന് ട്രെയിനിൽ കയറി, തൃശ്ശൂരിൽ നിന്ന് ട്രെയിനിൽ കയറി കോട്ടയത്തിറങ്ങി, കോട്ടയത്ത് നിന്ന് ഇന്നലെ വൈകുന്നേരം 7:30 കോട്ടയത്ത് ലാൻഡ് ചെയ്ത്, അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്ന്, ഈ ബാഗും തൂക്കിയെടുത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്ന്, അവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ ഓടുന്ന പ്രൈവറ്റ് ബസ്സിൽ, ആ പ്രൈവറ്റ് ബസ്സിൽ കയറി ഇന്നലെ 9:30 എരുമേലിൽ ലാൻഡ് ചെയ്തു. അപ്പം ടീച്ചറിന് 2 ദിവസത്തെ ബുദ്ധിമുട്ടാണ്. ഇന്നലത്തെ ഒരു ദിവസം യാത്ര, ഇങ്ങോട്ടുള്ള യാത്ര, ഇന്നിവിടെ സമ്മേളിച്ച് ഈ സ്കൂളിൻ്റെ ലൈബ്രറിക്ക് ആവശ്യമായ പുസ്തകങ്ങൾ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്കേറെ സുപരിചിതനായ മിഥിലാജ് മുഹമ്മദ് അവർക്കും അവർ മേഡം കൊണ്ടുവന്നിരിക്കുന്ന പുസ്തകം കൈമാറ്റം നടത്തുന്ന സമർപ്പണ ചടങ്ങാണ് ഇനി അടുത്ത. സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ഇന്ന് മുമ്പിലിരിക്കുന്നത്. ഒരു പക്ഷേ ഞാൻ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല, എങ്കിൽ പോലും എൻ്റെ ചെറുതായ അറിവുകളിൽ നിന്ന് Tension. Stand it easy. Tension. Please silence everyone. Please. ഞാൻ മേഡത്തിന് അവാർഡ് കൊടുക്കാൻ സാധിച്ചതാണ് ഏറ്റവും. വിജയരാജ മല്ലിക അവരുടെ സഹപ്രവർത്തകരെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നമുക്കിന്ന് ഇവിടെ ലഭിച്ചത്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ വായന കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് വായനയിലേക്ക് നമുക്ക് ആവശ്യമായ പുസ്തകങ്ങളൊക്കെ ഇവിടെ എത്തിച്ചു തന്ന, ഒരു പക്ഷേ നിന്നുപോയ ഒരു കാര്യത്തെ നമുക്ക്